ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കോഡാണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീയൂസ് കൺസെപ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങളൊരു വലിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്താണ്, അതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഒരു സന്ദർഭം പല രീതിയിൽ വരികയാണ്. നിങ്ങളൊരു ഫസ്റ്റ് 10 ലൈൻ കോഡ് ചെയ്തുമ്പോൾ അതിൻ്റെ അകത്ത് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. അതേപോലെ തന്നെ 100ാമത്തെ ലൈനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. അതേപോലെ തന്നെ 200ാമത്തെ ലൈനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. അങ്ങനെ ആഡ് ചെയ്യേണ്ട ഒരു അവസരം പല ഏരിയാസിലും വരികയാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ആദ്യം ആഡ് ചെയ്യേണ്ട ആ ഒരു കൺസെപ്റ്റ് ഫുള്ള് എഴുതി വെക്കുക. എന്നിട്ട് അതിനൊരു പേര് വിളിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ നെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നെയിം നമ്മൾ പിന്നീട് കോൾ ചെയ്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങൾ ഫുൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആഡിങ്ങിൻ്റെ കണ്ടൻറ്റ് ഓരോ സ്ഥലത്തും എഴുതുന്നതിന് പകരം നമ്മൾ ആ നെയിം വിളിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കോഡാണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീയൂസ് കൺസെപ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്താണെന്നുള്ളത്